ഹലോ, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഇന്നെല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പയറും രക്തപൂവെന്ന് പറയുന്ന കായും കൊണ്ട് തോരൻ ഉണ്ടാക്കാൻ പോകണം. സാധാരണ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നതെല്ലാം കാളയും കൊണ്ടും ഞാലിപ്പൂവിനും കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്വാദം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതെങ്ങനെയാണെന്നറിയാൻ പാടില്ല. ഉണ്ടാക്കി ഞാൻ സ്വാദ് നോക്കിയിട്ട് പറയാം നല്ലതാണോ ഇല്ലയോ എന്നാണ്. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാം. ആദ്യമേ പയർ വേവിക്കട്ടെ. അത് പയർ വെന്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് വേണം കായിടാനായിട്ട്. ഇത് വൻപയറാണ് കേട്ടോ. വൻപയർ നമ്മളിത് വെക്കാൻ പോണ കുക്കറിലാണ് കേട്ടോ. പെട്ടെന്ന് വെക്കാനും പറ്റും. അപ്പോൾ വൻപയർ നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിത് കുക്കറിലാണ് വയ്ക്കുന്നത് കേട്ടോ. പെട്ടെന്നാകാനും വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഒന്ന് പറഞ്ഞു തരുന്നു. വെള്ളം ഒഴി. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് വയ്ക്കാം. വേവിക്കാനായിട്ട് ഇത്രയും വെള്ളം മതിയാവും. ഈ ഒരളവിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് വേണം കേട്ടോ. ഇത് നമ്മൾ മുഴുവൻ കുരുമുളക് എടുത്തിരിക്കുന്നത്. നമുക്കിവിടെ കുരുമുളക് ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുത്തേക്കുന്നത് കേട്ടോ. അല്ല നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയോ ഉള്ളതെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ പൊടി നിങ്ങളല്ലാതെ ചേർത്താൽ മതിയാവും. പിന്നെ നമുക്ക് വേണ്ട തേങ്ങയാണ്. ഒരു അരമുറി തേങ്ങ ഉണ്ടാവും. പിന്നെ 3-4 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി. ഇത്രയും നമുക്ക് തോരന് ചതയ്ക്കുന്ന പോലെ ചതച്ചെടുക്കാം. നമ്മുടെ പയർ വെന്തിട്ടുണ്ടാവും. നോക്കാം. അടിപൊളി വെന്തെന്ന് മനസ്സിലായി. നന്നായിട്ട് വീർത്തിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കായ ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. നമുക്കിനി നമ്മുടെ അരപ്പ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇടണമെന്ന് പറയാനായിട്ട് കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ശുദ്ധമായി ശ്വസിക്കുവാനും അതുപോലെ തന്നെ പുക വെടിക്കെട്ട് അതുപോലത്തെ സാധനങ്ങൾ ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ കുരുമുളക് പൊടി ചേർക്കാൻ പറയുന്നത്. കാരണം വൻപയറാണ്. അപ്പോൾ എന്തായാലും പുകയൊക്കെ ഉണ്ടാവും. അപ്പം അതൊന്നും ഒഴിവാക്കാൻ നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഇതുപോലെ അരപ്പൊക്കെ ചേർക്കാം. അല്ല, നിങ്ങൾക്കിത് പറഞ്ഞ കോമഡി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു സ്മൈലി കമൻറ്റ് ചെയ്യാൻ കേട്ട്. ഞങ്ങൾക്കൊരു വിരോധമില്ല. ഇതുവരെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കും. ഇത്ര ഉപ്പ് കണ്ട് പേടിക്കണ്ട. ഇത് ആവശ്യമുള്ള ഉപ്പേ കാണുള്ളൂ. നമ്മളതിനെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എളുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സ്റ്റൗവിൽ കഴിക്കുമ്പോൾ പറ്റത്തില്ല ശരിക്കും ഇറക്കി ചേർക്കാൻ. എനിക്ക് പനി പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു സൗണ്ടൊന്നും ക്ലിയർ ആയിട്ടൊന്നും ഇല്ല. നന്നായിട്ട് മിക്സ് ചെയ്യാം. കാ വെന്തപ്പോൾ വെള്ളം പറ്റിയായിരുന്നു. അപ്പം നമുക്ക് പയർ വെന്തപ്പോൾ വെള്ളം പറ്റിപ്പോയായിരുന്നു. അപ്പം കാ വേവാനായിട്ടുള്ള വെള്ളം നമുക്ക് കുറച്ച് വെച്ചെടുക്കാം. കുറച്ച് മതി. കുക്കർ ആയതുകൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യം മതി. നമുക്കിത് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. കപ്പിൻ്റെ കൊഴുപ്പ് കണ്ടല്ലോ. ഇവിടെ കുഞ്ഞി കപ്പ് കണ്ടത്. ഇതുപോലത്തെ കുഞ്ഞു ഐറ്റംസിനോട് അമ്മയ്ക്ക് എപ്പോഴും എടുത്താൽ കുഞ്ഞിക്കപ്പാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വീണ്ടും വേവിച്ചെടുക്കാം. നമ്മുടെ കായ റെഡി ആയിട്ടുണ്ട്. അടിപൊളി. നമ്മളെ വീട്ടിലെ ഏറ്റവും വലിയ മുട്ടക്കാച്ചി ഒരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഈ പാത്രം കണ്ടു കഴിഞ്ഞപ്പോൾ പാത്രപ്രാന്തികളായിട്ടുള്ള എൻ്റെ അമ്മയും എൻ്റെ നാത്തൂനും കൂടെ ഈ പാത്രം അടിച്ചു മാറ്റിയാണ്. എൻ്റെ ചേട്ടൻ്റെ ഫ്രണ്ടിന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു വലിയ കടായി ആയിരുന്നു. അത് അടിച്ചു മാറ്റി ഇവർ. അപ്പം ഇതിലാണ് കുക്കിംഗ് എല്ലാം. വേറെ പാത്രമൊന്നും ഇല്ലാത്ത പോലെ. നമ്മൾ കടുക് വറുത്തിട്ടുണ്ട് കേട്ടോ. അതെ. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സാധനം അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. ഇത് ഇപ്പോൾ വെള്ളം മരിക്കാനായിട്ടൊന്നുമില്ല. ആ കടുക് വറുത്ത എണ്ണയിലൊന്നും മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വെന്ത് പോയെന്നൊരു തോന്നലുണ്ട്. അതെന്താണ് കായ വെച്ചിട്ട് വേവ് കുരുപ്പോയെന്ന് തോന്നുന്നു. കായ വേവ് കൂടിയൊന്നുമല്ല. എനിക്കറിയില്ല എൻ്റെ ആണോ ഈ കായിൻ്റെ. രക്തപൂവം വെച്ചിട്ടല്ലേ വെക്കണം. കളയും കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് വൃത്തിയായിട്ടറിയാം. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി മണി.
അപ്പോൾ ഇതുപോലെ നമുക്ക് തോരനൊക്കെ വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് ചോറൊക്കെ കഴിക്കാം. കഞ്ഞിയൊക്കെ കുടിക്കാനും ഒക്കെ നല്ലതാണ്. അതെ, രാത്രി കഞ്ഞി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. കഞ്ഞി വെച്ച് കുടിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യണം? സ്വാദ് നോക്കിയിട്ട് ഞാൻ പറയാം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ സ്വാദ് നോക്കിയിട്ട് പറയാമെന്ന്. നോക്കിയിട്ട് പറയാം. കുഴപ്പമില്ല, മറ്റേ തോരൻ വയ്ക്കുന്ന പോലെ തന്നെയുള്ളൂ സ്വാദ്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പില്ല. അപ്പം ഞാൻ അമ്മയുടെ ഉപ്പില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറയാ എൻ്റെ വായിക്ക് ടേസ്റ്റ് ഇല്ല. സത്യമാണ്, എൻ്റെ വായിക്ക് ടേസ്റ്റ് ഇല്ല. എനിക്ക് എല്ലാത്തിനും കയ്പാ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. അടുത്ത ദിവസം എന്നൊക്കെ പറയും, നേരം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും വരും അല്ലേ? പഠിത്തത്തിന്റെ കാര്യം കൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ കിട്ടുമെന്ന് ചെയ്യും. അതെ, ഇപ്പോൾ ട്രെയിനിങ് ആയതുകൊണ്ട് നേരമില്ല. ഓക്കെ, ബൈ, ടാറ്റാ.